My message today is, what are you becoming? നിങ്ങൾ ആരായിത്തീരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം. You see, when you're little ones, you have your whole life ahead of you. And you are becoming someone. നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഇനി ഒത്തിരി സമയം നിങ്ങളുടെ മുൻപിലുണ്ട്. When Luke listed the 12 apostles, ലൂക്കോസ് സുവിശേഷകൻ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ പരാമർശിക്കുമ്പോൾ he came to Judas Iscariot. He identified him as the apostle who became a traitor. ലൂക്കോസ് യൂദായെ അവിടെ എഴുതുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ എന്ന് അവിടെ എഴുതുകയാണ്. So my sincere question to you today that you could ask yourself is, what are you becoming? ഇന്ന് വളരെ ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ആരായി അറിയപ്പെടുവാനും ആരായി അവസാനിക്കുവാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Judas didn't start out as a traitor. യൂദ തൻ്റെ ജീവിതം ആരംഭിച്ചത് ഒറ്റിക്കൊടുക്കുന്ന ഒരുവനായിട്ടല്ല ആരംഭിച്ചത്. He was a man who had been used mightily by the Lord. കർത്താവായ യേശു ക്രിസ്തുവിനാൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട സുവിശേഷത്തിന് വേണ്ടി വളരെ ശക്തിയോടെ നിന്ന ഒരു മനുഷ്യനായിരുന്നു ഈ യൂദ. He was an apostle who healed the sick and raised the dead. രോഗികളെ സൗഖ്യമാക്കിയവനാണ്, മരിച്ചവരെ ഉയർപ്പിച്ചവനാണിവൻ. He cleansed the lepers and he cast out demons. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയവനാണ്, അശുദ്ധാത്മാക്കളെ പുറത്താക്കിയവനാണ്. Judas knew the joy and excitement and power of personally walking with Jesus. യേശുവിനോടുകൂടെ വ്യക്തിപരമായി നടക്കുന്നതിന്റെ സന്തോഷവും ശക്തിയും മാധുര്യവും അനുഭവിച്ചവനാണ് ഈ യൂദ. He saw miracles, signs and wonders. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒത്തിരി കണ്ടതാണ് യേശു ചെയ്യുന്നത്. Yet Judas had a serious character problem. എന്നാൽ യൂദായ്ക്ക് ഒരു പ്രത്യേകതര സ്വഭാവം ഉണ്ടായിരുന്നു. He had a moral weakness. അവനൊരു ധാർമ്മിക വീഴ്ച ഉണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. The scriptures reveal that although God was using him, ദൈവം അവനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എങ്കിൽ തന്നെയും that Judas was a thief. യൂദ ഒരു കള്ളനായിരുന്നു. He used to take money out of the money box. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട പണസഞ്ചിയിൽ നിന്ന് പലപ്പോഴും പണം അടിച്ചു മാറ്റുമായിരുന്നു അവൻ. It's like one for God and one for me. One for God and one for me. അവൻ്റെ ചിന്താഗതി ഇങ്ങനെയായിരുന്നു, ഒന്ന് രണ്ടെണ്ണം കിട്ടിയ ഒന്ന് ദൈവത്തിനും ഒന്ന് എനിക്കും. It's very significant that Jesus allowed a thief to carry the money box. യേശു എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മനുഷ്യനെ തൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരുവനാക്കി അനുവദിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Sometimes we think that God is going to challenge us on everything we do. ചിലപ്പോൾ അതിൻ്റെ അർത്ഥം ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയേണ്ടതിന് നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഒരു വെല്ലുവിളി നമ്മുടെ മുൻപിൽ ഇടുകയാണ്. There are times though in our lives when his silence about our repeated sin is a rebuke. പലപ്പോഴും ദൈവത്തിൻ്റെ മൗനത പാപങ്ങൾ വീണ്ടും ചെയ്യുവാൻ നമുക്ക് ഉള്ളൊരു അനുവാദമായി നാം എടുക്കുകയാണ്. എന്നാൽ അതങ്ങനെയല്ല, ദൈവത്തിൻ്റെ ശാസനയാണ് എന്ന് നാം മനസ്സിലാക്കണം. Judas knew that what he was doing was wrong. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് യൂദായ്ക്ക് നല്ലപോലെ അറിയാമായിരുന്നു. But since Jesus didn't directly confront him, എന്നാൽ യേശു അത് മുഖത്തു നോക്കി അവനോട് ചോദിക്കാഞ്ഞതുകൊണ്ടും പറയാഞ്ഞതുകൊണ്ടും Judas minimized the severity of his sin. അവൻ്റെ പാപത്തിൻ്റെ വലിപ്പം അവൻ മനസ്സിലാക്കിയില്ല, അതിനെ കൊച്ചായി അവൻ കണ്ടു. Perhaps he rationalized it that stealing wasn't truly bad. അവൻ പലപ്പോഴും തൻ്റെ മോഷണത്തെ മോഷണമായി കാണാതെ, അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിന് എടുത്തു എന്നുള്ളത് കൊണ്ട് ദൈവം അതിനൊന്നും പറയത്തില്ല എന്നൊരു മനോഭാവത്തിൽ അവൻ എത്തിച്ചേർന്നു.
Maybe he thought that God would not still be using him to work miracles if what he was doing privately was really bad. അവൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ പിന്നെ എങ്ങനെ രോഗികൾ സൗഖ്യമാകുന്നേ, ഞാൻ ശാസിക്കുമ്പോൾ എങ്ങനെ ഭൂതങ്ങൾ പുറത്താകുന്നത്, അതുകൊണ്ട് ഇതൊന്നും ദൈവസന്നിധിയിൽ തെറ്റല്ലാത്തത് കൊണ്ടല്ലേ ദൈവം പിന്നെയും തൻ്റെ കൃപ എൻ്റെ മേൽ പകർന്നു തന്ന് എന്നെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്നത്. But a relatively minor sin that we do not take care of can lead to a major sin that destroys our lives. ഒരു കാര്യം ഞാൻ പറയാം, നീ കൈകാര്യം ചെയ്യാത്ത അല്ലെങ്കിൽ നീ അതിനെ നേരിടാത്ത ഈ കൊച്ചു കൊച്ചു പാപങ്ങൾ നിന്നെ ഒരു ദിവസം ഒരു വൻ പാപത്തിൽ ചെന്ന് എത്തിപ്പിക്കും. We see it all the time in the body of Christ worldwide. ലോകവ്യാപകമായി ദൈവത്തിന്റെ സഭയാം ശരീരത്തിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണിത്. Misappropriation of funds. ദൈവം തന്നിരിക്കുന്ന സമ്പത്തിനെ ക്രമം കെട്ട രീതിയിൽ ഉപയോഗിക്കുക. Maybe carrying on a lascivious lifestyle. അതിവിശാലമായ അല്ലെങ്കിൽ ആഡംബരപരമായ ജീവിതത്തിന് ദൈവത്തിന്റെ പണം നാം ഉപയോഗിക്കുക. Many pastors have fallen from grace through adultery. അനേക ദൈവദാസന്മാരും വ്യഭിചാരം എന്ന പാപത്താൽ ദൈവകൃപയിൽ നിന്ന് വീണുപോയിട്ടുണ്ട്. Maybe it starts with just a look, a thought. അതൊരു പക്ഷേ ആരംഭിച്ചത് ഒരു ദർശനത്തിലൂടെയും ഒരു ചിന്തയിലൂടെയും മാത്രമായിരിക്കാം. And then it becomes a few kind words. പിന്നീട് സ്നേഹത്തോടുള്ള ചില വാക്കുകൾ. And before they know it, they are run headlong. അവര് അത് തിരിച്ചറിയുന്നതിന് മുൻപേ അവർ അതിൽ വീഴുന്നതായി നാം കാണുന്നു. Right into the enemy's camp. ശത്രുവിന്റെ പാളയത്തിൽ അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കും. അപ്പോഴേക്കും Many have been destroyed for this. അനേകർ ഇതുമൂലം ദൈവകൃപയിൽ നിന്നും ദൈവിക ശുശ്രൂഷയിൽ നിന്നും അന്യപ്പെട്ടു പോയിട്ടുണ്ട്. Oh yes, they have the gifts of the Spirit. അവരിൽ ആത്മാവിന്റെ വരങ്ങൾ നമുക്ക് കാണാം. But they've changed the grace of God for a license to sin. ദൈവത്തിന്റെ കൃപയെ അവർ പാപത്തിനുള്ളൊരു മറയാക്കി എടുത്തിരിക്കുകയാണ്. The Bible says that Judas became a traitor. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് യൂദ ഒരു ഒറ്റുകാരനായി തീർന്നു എന്നാണ്. അവൻ ജനിച്ചത് അങ്ങനല്ല, അവൻ ആയിത്തീർന്നതാണ് അവന്റെ ജീവിതം കൊണ്ട്. It's important to note that Judas started out his ministry being loyal to Jesus. യേശുവിനോട് ആഴമായ സമർപ്പണത്തോടെയാണ് തന്റെ ശുശ്രൂഷ യൂദ ആരംഭിച്ചത്. Then he began lying about the finances. പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ അവൻ കുറേശ്ശെ കള്ളത്തരം പറയാനായിട്ട് തുടങ്ങി. It wasn't obvious on the outside of Judas. യൂദായുടെ ജീവിതത്തിന്റെ പുറത്ത് ഇതൊന്നും പ്രകടമായിരുന്നില്ല, അകത്ത് മാത്രം കാണാമായിരുന്ന കാര്യങ്ങളായിരുന്നു ഇത്. But his heart was darkened by sin. പാപത്താൽ അവന്റെ ഹൃദയം കളങ്കപ്പെട്ടു. He hid a very corrupt and darkened heart. അവന്റെ ഹൃദയം കഠിനപ്പെട്ട കറപുരണ്ട ഒരു ഹൃദയമായി മാറി. So first Jesus saw him, he was loyal. യേശുവിനെ ആദ്യം കണ്ട മാത്രയിൽ അവൻ വളരെ വിശ്വസ്തനായിരുന്നു. And then Judas became a thief. പിന്നീട് അവൻ ഒരു കള്ളനായി മാറി. Then he became a traitor. അതിനുശേഷമോ ഒരു ഒറ്റുകാരനായി തീർന്നു. Eventually he took his own life. അവൻ അവസാനം സ്വന്തം ജീവിതത്തെ അവൻ എടുത്തു, അഥവാ ആത്മഹത്യയിൽ അവന്റെ ജീവിതം അവസാനിച്ചു. His compromise with sin went from bad to worse and it destroyed him. പാപത്തോടുള്ള നിന്റെ പങ്കാളിത്തം നിന്നെ ഏറ്റവും ദയനീയമായ ജീവിതത്തിൽ നിന്ന് മോശമായ അനുഭവത്തിലേക്കും അവിടെ നിന്ന് മരണത്തിലേക്കും വഴിതെളിക്കുന്ന ഒന്നാണ്. I do not think that Judas repented anywhere along the way. തന്റെ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും യൂദ അനുതപിച്ചതായി നാം കാണുന്നില്ല. If he had said to Jesus, "Look, I have a problem handling money. Would you get someone else to do it?" തന്റെ ജീവിതത്തില് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ താൻ വിശ്വസ്തനാകുന്നില്ല എന്നൊരു ബോധ്യം തനിക്ക് വന്നിരുന്നെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യൂദായ്ക്ക് പറയാമായിരുന്നു, കർത്താവേ, ഈ പണി എനിക്ക് പറ്റിയതല്ല, കാരണം പൈസ എൻ്റെ കയ്യിലിരുന്നാൽ ചിലവാക്കുന്നത് ഞാൻ അറിയാതെ പോകും, അതുകൊണ്ട് ഈ പണം സൂക്ഷിക്കുന്ന പരിപാടി എനിക്ക് പറ്റിയതല്ല എന്ന് കർത്താവിനോട് അവന് പറയാമായിരുന്നു.
but he kept on doing the wrong thing because he thought he was getting away with it. നോക്കുക, പണം അവൻ്റെ കയ്യിലിരിക്കുന്തോറും പണത്തോട് അവിശ്വസ്തത കാണിക്കുന്ന സ്വഭാവം അവനിൽ വളർന്നുകൊണ്ടുവന്നു. Many people do that. പലരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Today, Christians look at the world and see injustice, immorality, and corruption. ഇന്ന് ദൈവമക്കളായ നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ നാം പറയുന്നത്, അയ്യോ ഇവിടെങ്ങും നീതിയില്ല, അധാർമികത മാത്രം നിഴലാടുന്ന വിളയാടുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നതെന്ന. There is plenty of misery in the world. ശരിയാണ്, ലോകത്തിൽ കഷ്ടതകൾ ഒത്തിരി ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ. And the anger we feel about these things is not only understandable, it's justified. നോക്കുക, ലോകത്തിൽ കാണുന്ന അനീതിക്കെതിരെയുള്ള നമ്മളുടെ ആ പ്രതികരണം ന്യായമായും ന്യായീകരിക്കത്തക്കത് തന്നെയാണ്. അതിലാരും തെറ്റ് പറയുന്നില്ല. Why shouldn't we be angry at what we see? നാം ഈ കാണുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നാം ഇങ്ങനെ കോപിക്കേണ്ട ആവശ്യം എന്താണ്? In many instances, we're actually watching hell manifest itself through people and situations in the world. പലപ്പോഴും പാപങ്ങൾ മനുഷ്യ ജീവിതങ്ങളിലൂടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പാപം പാപമായി തന്നെ നിൽക്കുന്നില്ല. അത് മനുഷ്യ പ്രവൃത്തിയിലൂടെ പുറത്തു വരുമ്പോഴാണ് പാപമായി നാം കാണുന്നത്. In America, I don't know how many of you keep up with United States news, but in America we just legalized same-sex marriage. അമേരിക്കയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്, ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നതും ഒരു സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതും തികച്ചും നിയമസാധുതയുള്ള ഒരു വിവാഹമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. Also, about 1 week after that became legal, അത് നിയമസാധ്യതയുള്ളൊരു വിവാഹമായി പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് one of the great athletes that we have in America, അമേരിക്കയിലൊരു പ്രമുഖനായ സ്പോർട്സ് താരം who won many awards back in the 1970s, 1970കളിൽ അനേക അവാർഡുകൾ വാരിക്കൂട്ടിയ ആ വ്യക്തി, he was world champion in something or other. ഏതിലോ ഒന്ന് അവൻ ലോക ചാമ്പ്യനുമായിരുന്നു. In the Olympics he was a world champion. ഒളിമ്പിക്സിൽ ലോക ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയവനാണ് അവൻ. Well, he came out to the world and said, I am now a woman. അവൻ ഇതാ പുറത്തേക്ക് വന്നു പറയാണ്, ഞാൻ ഇനി മുതൽ ഒരു സ്ത്രീ ആയിട്ടായിരിക്കും ജീവിക്കുന്നത് എന്ന്. And all the people that were gathered around him and all the news cameras celebrated with him. They clapped for him. They said how much courage this took. What a wonderful thing. He can be himself. She is now called Caitlin. വാർത്താ മാധ്യമങ്ങളെല്ലാം അതൊരു വലിയ വാർത്തയായി കൊട്ടിഘോഷിക്കുകയും അതിന് അവന് പരിപൂർണ സമ്മതം മൂളുകയും ചെയ്യുകയുണ്ടായി. So we have plenty of things to be angry about in the United States. അമേരിക്കൻ ഐക്യനാടുകളിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് കോപിക്കുവാനായിട്ട് ഒത്തിരി വിഷയങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട്. Yet the Bible tells us to be angry yet do not sin. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത് എന്ന്. Don't let the sun go down on your anger. നിന്റെ കോപത്തിന്മേൽ സൂര്യൻ അസ്തമിക്കുവാൻ ഇടയാക്കരുത് എന്ന്. We can be legitimately angry about things that are truly wrong. ദൈവനീതിക്കെതിരായി നടത്തപ്പെടുന്ന വിഷയങ്ങളിൽ നമുക്ക് കോപിക്കാൻ അനുവാദമുണ്ട്. But our indignation must find a more noble, redemptive attitude of expression. എന്നാൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ വിഷയത്തെ നമുക്ക് എങ്ങനെ വീണ്ടെടുത്ത് ദൈവഹിതപ്രകാരമുള്ള ദൈവകരങ്ങളിലേക്ക് നയിക്കാമെന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത മുഴുവനും. I don't mean that we just shrink into passive indifference. നാം മൗനമായിരിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. I mean that we rise into aggressive intercession. നാം അവിടെ നിന്ന് ദേശത്ത് നടക്കുന്ന ഈ അനീതിക്കെതിരായി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. We feel the same passions against unrighteousness. നീതിയോടുള്ള ബന്ധത്തിൽ അപ്രകാരം ഒരു ചിന്താഗതി നമുക്കുണ്ടായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. But we learn how to pray the mercy prayer.
ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എങ്ങനെയെന്ന് നാം പഠിച്ചിട്ടുണ്ട്. Father, forgive them. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. I'm thinking of Stephen when he was being stoned to death. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊള്ളുന്ന ജനത്തെ നോക്കിക്കൊണ്ട് സ്തെഫാനോസ് പറയുകയാണ്, Even though Stephen was a righteous man, സ്തെഫാനോസ് ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. there were those that wanted to take his life from him. എന്നാൽ അവൻ്റെ ജീവനെ എടുത്തു കളയുവാൻ അക്കാലത്ത് ആളുകൾ തീരുമാനിച്ചു. And he looked up and he saw the Lord. അവൻ സ്വർഗത്തിലേക്ക് നോക്കി, സ്വർഗം തുറന്നിരിക്കുന്നത് അവൻ കണ്ടു. He said, "Do not hold this sin against them." എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? കർത്താവേ, ഈ പാപം ഇവരോട് നിലനിർത്തരുതേ. Every time we face injustice, may God give us a fresh revelation of Jesus. എവിടെയെല്ലാം അനീതി വെളിപ്പെടുമോ അവിടെയെല്ലാം ദൈവം നമുക്ക് ഒരു പുതിയ ദൈവനീതിയുടെ കാഴ്ചപ്പാട് നമുക്ക് നൽകി തരും. But we would cry out for mercy. ദൈവകരുണയ്ക്ക് വേണ്ടി കരയുവാൻ നാം തയ്യാറായിരിക്കണം. Out of Stephen's prayer for mercy, grace was released. സ്തെഫാനോസിന്റെ ആ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവം തന്റെ കൃപ അവരുടെ മേൽ ചൊരിയുകയുണ്ടായി. And God's mercy and grace tracked down Saul until Saul also saw കൃപയും Jesus. കരുണയുമാണ് ശൗലിനെ ദൈവഭാഗത്തേക്ക് വഴി നടത്തുവാൻ കാരണമായി തീർന്നത്. You see, when we don't deal with the anger we feel, if we don't respond to injustice with mercy and intercession, നമുക്കെതിരെ നടക്കുന്നതായ അനീതിപൂർവമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ കരുണയോടും ദൈവകൃപയോടും കൂടെ ഉള്ളതായിരിക്കുന്ന ഒരു കോപമല്ല നമുക്ക് എങ്കിൽ, we soon become something that we never intended. നാം ചിലപ്പോൾ ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിൽ നാം എത്തിച്ചേരുവാൻ കാരണമായി തീരും. And I want to say again that Judas became a traitor. ഞാൻ പറയട്ടെ, വിശുദ്ധ വേദപുസ്തകം പറയുന്നത് യൂദ ഒരു ഒറ്റുകാരനായി തീർന്നു. Judas mutated from an apostle doing miracles into living a double life. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന അപ്പോസ്തലനായിരിക്കുന്ന യൂദ ഒരു ഇരട്ട ജീവിതമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. Our anger left unattended will do the same to us. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കാഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നാമും എത്തിച്ചേരുവാനിടയായി തീരും. It can cause us to degenerate into something we never planned on becoming. നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ദയാനകമായിരിക്കുന്ന അന്ത്യത്തിലേക്ക്, ജീവിതാന്ത്യത്തിലേക്ക് നാം എത്തിച്ചേരും. And that something is a Christian Pharisee. അവരെയാണ് ക്രിസ്തീയ ഗോളത്തിലെ പരീശന്മാരെന്ന് വിളിക്കുന്നത്. Paul warned about letting the sun set on our anger as though we had only 24 hours at most to deal with the issues. അഥവാ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിന്റെ കോപത്തെ നീ കൈകാര്യം ചെയ്യണം. അഥവാ 24 മണിക്കൂറിനകം നിന്റെ കോപത്തെ നീ കൈകാര്യം ചെയ്യണമെന്ന്. But there have been times in my life when it has taken me months of wrestling with them. ചിലപ്പോഴെല്ലാം എൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂർ കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് മാസങ്ങളോളം ഞാൻ എടുത്ത നാളുകളുണ്ട്. Before my indignation was lifted and transformed into intercession. എൻ്റെ ജഡീക സ്വഭാവത്തെ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് കണ്ണുനീരോടുകൂടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന് മാറ്റിയെടുക്കുന്നിടം വരെയും എനിക്ക് അതിനവസരം വേണ്ടി വന്നു. So stay with the struggle until your heart is not embittered but it's empowered. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവശബ്ദത്തിനായി നിന്റെ ഹൃദയത്തെ നീ ചായ്ക്കേണ്ടിയിരിക്കുന്നു. Today, ഇന്ന് not only in America but around the world, അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ, we are overstocked with angry Christians. അവർ കോപം നിറഞ്ഞ ദൈവമക്കളായി തീർന്നിരിക്കുകയാണ്. What can we do? നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? We must turn our indignation into intercession. നോക്കുക, നമ്മുടെ കോപത്തെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉപാധിയായി കണ്ടെത്തി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. We must make our heartache work for us.
നമ്മുടെ ഹൃദയം കോപം കൊണ്ട് നിറയുന്നതിനേക്കാൾ പകരം ആർദ്രതയാൽ നിറയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകണം. Aligning ourselves with Christ in the prayer of redemption. വീണ്ടെടുപ്പിന്റെ ഒരു പ്രാർത്ഥന ഇവരെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. And even actually praying for those who persecute us. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. Thank God that Jesus didn't look down from the cross at the Pharisees and say, ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവ് ഒരിക്കലും പരീശന്മാരെ ശപിക്കുകയല്ല ഉണ്ടായത്. You need to be taught a lesson. അവൻ അവരെ കുറിച്ച് ആർദ്രതയോടെ പ്രാർത്ഥിക്കുകയും അവരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയുമാണ് ഉണ്ടായത്. No, instead of that he prayed, Father, forgive them. അവരോട് പറഞ്ഞത് എന്നാണെന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. And then amazingly, in his anguish, he even covered their sins, saying they know not what they do. അവർ കർത്താവേ, അവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ആണ് അവരിതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അറിവില്ലായ്മയിൽ നിന്ന് അവരിൽ നിന്ന് വന്നുപോയ ഈ പാപത്തെ നീ ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. There's a sense of indignation infiltrating the church that has not come from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മുടെ സഭകളിലേക്ക് കടന്നു വരേണ്ട ഒരു വലിയ ഒരു അനുഭവമാണ്, ഒരു മധ്യസ്ഥതയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. So don't dismiss your anger as a little sin. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, നിന്റെ കോപത്തെ നീ കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ ആ കോപം നിന്നെ പാപത്തിലേക്കായിരിക്കും നയിക്കുന്നത്. It even disqualified Moses from entering into the promised land. മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുക. തനിക്ക് വാഗ്ദത്ത ദേശമായിരിക്കുന്ന കനാൻ ദേശത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ പോയത് തൻ്റെ കോപ സ്വഭാവം കൊണ്ടായിരുന്നു. You see, there are things at stake that are bigger than our indignation about right and wrong. നന്മയും തിന്മയും നല്ലതും തീയതും തമ്മിലുള്ള ആ ബോധ്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ടെന്നുള്ളത് വാസ്തവമാണ്. The world is watching how we relate to those who are morally wrong. അങ്ങനെയുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ സഭ എങ്ങനെ പ്രതികരിക്കുമെന്ന് ലോകം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Even when we are biblically right. നാം വചനപ്രകാരം നാം എടുത്ത നിലപാട് ശരിയാണെങ്കിൽ തന്നെയും ലോകം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നാം എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് എന്ന്. They are watching to see if we sound like the Savior or like the Pharisees. യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളെ പോലുള്ള വാക്കുകളാണോ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്, അതോ കപടഭക്തന്മാരായ പരീശന്മാരുടെ വായിൽ നിന്ന് വന്ന വാക്കുകളെ പോലുള്ള വാക്കുകളാണോ? Yet there's one thing more important than how the world sees us. ലോകം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അത്ര പ്രസക്തമൊന്നും അല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എങ്കിലും And that is how Christ sees us. ദൈവം നമ്മളെ എങ്ങനെ കാണും എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. He's watching what is happening to our hearts. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നാം കോപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവം എന്തെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He's asking us, do you know what you're becoming? ഈ കോപ സ്വഭാവം നിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ നീ അവസാനം അത് ആരായിത്തീരും, എവിടെ എത്തിക്കും എന്ന് നിനക്കറിയാമോ എന്ന് ദൈവം നിന്നോട് ചോദിക്കുക. I just want to share very briefly at ways you can conquer the injustices that you see. നമ്മുടെ ചുറ്റുപാടും കാണുന്ന അനീതികളെ നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയുമെന്നുള്ളത് പെട്ടെന്ന് ചില വാക്കുകളിലൂടെ പറഞ്ഞ് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There are many injustices in your country. നമ്മുടെ രാജ്യത്ത് അനീതികാരമായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. As well as my country. അതേപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിലുമുണ്ട്. Probably every country around the world has its share. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അനീതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. But you can become involved in helping those situations. എന്നാൽ ആ അനീതി നിറഞ്ഞ ആ സാഹചര്യങ്ങളെ ദൈവമക്കളായ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെ എങ്ങനെ നേരിടണമെന്ന് ഞാൻ തിരുവചനത്തിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. Pastor Daniel looked out on his own country and saw children that needed help.
വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്തിൽ അനാഥരായിരിക്കുന്ന അനേക തെരുവ് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. That was and still is a vastly unjust situation. അത് മനുഷ്യന്റെ അനീതി എന്ന് പറഞ്ഞ ജീവിതത്തിൽ നിന്ന് മാത്രം ഉളവായ ഒരു സംഭവമാണ്. And so it took him a while, but he began to pray, what can I do about it? ആ കണ്ട കാഴ്ചയെക്കുറിച്ച്, ആ വാർത്തയെക്കുറിച്ച് അനേക നാളുകൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. And now we have so many beautiful children, as we saw in the last 2 days, that are in our mercy homes. കഴിഞ്ഞ ചില 2 ദിവസങ്ങളായി അങ്ങനെ നമ്മൾ രക്ഷിച്ച അനേക കുഞ്ഞുങ്ങളെ നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മുടെ മേഴ്സി ഹോമിൽ നിന്ന് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞു. Instead of just being angry about the situation, ആ സാഹചര്യത്തെക്കുറിച്ച് കോപിഷ്ഠനായി മറ്റുള്ളവരെ പഴിക്കുന്നതിനേക്കാൾ നല്ലത്, he just said, God, something needs to be done. And കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് ചോദിച്ചു. show me what to do. എന്ത് ചെയ്യണമെന്ന് നീ എനിക്ക് കാണിച്ചു തരണമേ എന്ന് ദൈവത്തോട് ചോദിച്ചു. He also saw people suffering with HIV. കഴിഞ്ഞ നാളുകളിൽ എയ്ഡ്സ് ബാധിതരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുവാൻ ദൈവം ഇടയാക്കി. Children and adults. പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും. Instead of, like in our country, we always say this is the government's job to do something here. അമേരിക്കൻ നാടുകളിലെ ആളുകൾ പറയുന്നത് ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ട പണിയാ, ഇതൊന്നും ദൈവമക്കൾ ചെയ്യേണ്ട പണിയല്ലെന്നാ. He said, what can I do? ചോദിച്ചു, കർത്താവേ, എനിക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? Now, Pastor Daniel is not a man of unlimited finances. സാമ്പത്തിക സ്രോതസ്സുകളുടെ പരിധിയില്ലാത്ത ഉറവിടമുള്ള ഒരു മനുഷ്യനല്ല ഞാൻ. But God is a God of unlimited finances. എന്നാൽ നമ്മുടെ ദൈവമോ തന്റെ സമ്പത്തിന് പരിധിയില്ലാത്ത ദൈവമാണ്. The Save a Life Today program, ഒരു ജീവിതത്തെയെങ്കിലും നേടുക, രക്ഷിക്കുക എന്നുള്ള പദ്ധതി, was another thing that he wasn't physically and financially able to do on his own. ആയിരങ്ങളെ അതിലൂടെ രക്ഷിച്ചെടുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. But God gave him inspiration and wisdom how to do this. അതെങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ജ്ഞാനവും ദൈവം പകർന്നു തന്നു. And another one of my special ministries that Pastor Daniel is involved in is with the lepers. കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മളെ കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചു. I have visited in another country a leper colony, spent some time with them. കുഷ്ഠരോഗ കോളനികളിൽ സമയം ചെലവഴിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നു. And my heart began to ache. എൻ്റെ ഹൃദയം വേദനിക്കുവാൻ തുടങ്ങി. What can we do? കർത്താവേ, ഇവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? Oh, we gave them some little packages of food and some juice containers and some soap, which they were thrilled about. ഞങ്ങൾ അവർക്ക് സോപ്പ് കുടിക്കുവാൻ, ജ്യൂസ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ അവർക്ക് നൽകി കൊടുക്കുകയുണ്ടായി. But I began to pray, Lord, what can I do? ഞാൻ ദൈവത്തോട് ചോദിച്ചത്, കർത്താവേ, എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും? And it wasn't the Lord who spoke to me, but another person who had been going there. അവിടെ പോയിക്കൊണ്ടിരുന്ന ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. And he said, there's an organization I'd like to put you in touch with. നിന്നെ ബന്ധപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടനയുണ്ട്. This organization will give you suitcases full of medicine. അവര് ചെയ്യുന്നത്, യാത്ര ചെയ്യുവാൻ നീ മനസ്സുള്ളവരാണെങ്കിൽ നിന്റെ യാത്രാമധ്യത്തിൽ നിന്റെ സൂട്ട് കേസ് നിറച്ച് അവർക്ക് കൊടുക്കുവാനുള്ള മരുന്ന് അവർ നൽകി തരും. The injustice to the lepers of not having medication when there is a cure for leprosy. അവരുടെ രോഗസൗഖ്യം പ്രാപിപ്പാൻ ആവശ്യമുള്ളതായിരിക്കുന്ന മരുന്ന് പോലും അവർക്ക് കൊടുക്കാതെ അവരെ ആ രോഗത്തിൽ മരിക്കുവാൻ അനുവദിക്കുന്ന അനീതിക്കെതിരെ പോരാടുന്ന ഒരു സംഘടനയാണത്. Moved me to do something. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. These medications were provided free of charge. ഇത് സൗജന്യമായി ലഭിക്കുന്ന മരുന്നാണ്. All I needed to do was carry them into the ഞാൻ ചെയ്യേണ്ട Philippines. ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, അത് ഇവിടെ നിന്ന് എടുത്ത് അവിടെ എത്തിച്ചാൽ മാത്രം മതി. Now sometimes you have to use wisdom when you do things for the Lord. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ നീ ജ്ഞാനത്തോടെ ഇടപെടേണ്ട ആവശ്യമുണ്ട്.
I had a bill of lading, a paper that said what was in each suitcase. എൻ്റെ ഓരോ സൂട്ട് കേസിലും എന്താണെന്ന് ഞാൻ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. But still, if they had opened the suitcases and saw what I was bringing, it could have meant a huge delay. It could have meant I would be deported out of the country. അവരെൻ്റെ പെട്ടി തുറന്നിരുന്നു എങ്കിൽ പലപ്പോഴും ഞാൻ ആ രാജ്യം തന്നെ എന്നെ പുറത്താക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമായിരുന്നു. And so it's similar to smuggling Bibles into China. ചൈനയിലേക്ക് ഒരു കാലത്ത് വേദപുസ്തകം ഞാൻ കള്ളക്കടത്തായിട്ട് നടത്തിയതുപോലെയാണ്. അതുപോലെ You pray and you pray and you pray before you go. യാത്രയ്ക്ക് മുൻപ് ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ഒത്തിരി ഞാൻ ജാഗരിച്ചു. You keep your eyes on those suitcases at all times. എപ്പോഴും നിന്റെ കണ്ണുകൾ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കണ്ണുകൾ ആ പെട്ടികളിന്മേലായിരുന്നു. We were able to get into the country through ആ രാജ്യത്തിലേക്ക് ചെല്ലുവാൻ, ഞങ്ങൾക്ക് പ്രവേശിക്കാൻ, എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. Through immigration, and no one ever looked in my bags. ആരും ഞങ്ങളുടെ പെട്ടി നോക്കിയതുപോലുമില്ല. So the medicine ended up where it was intended. അങ്ങനെ എവിടെ ഏത് കുഷ്ഠരോഗികളുടെ അടുക്കൽ മരുന്ന് കൊണ്ടു ചെല്ലുവാൻ ഞാൻ ആഗ്രഹിച്ചോ, സുരക്ഷിതമായ മരുന്ന് അവിടെ എത്തിച്ചേർന്നു. There's another great injustice in the world, and that is what is happening in the sex trade. ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും അനീതിപൂർണമായ ഒരു ജീവിതമാണ് കുഞ്ഞുങ്ങളെ ലൈംഗികതനായിട്ട് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് വിൽക്കുക എന്നുള്ളത്. Sister Linda Reed was taken by that situation. കർത്താവിന്റെ ദാസി സിസ്റ്റർ ലിൻഡയ്ക്ക് ദൈവം ആ ഒരു ദർശനം നൽകി കൊടുത്തു, ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണം, രക്ഷിക്കണം എന്നുള്ളത്. And she went all the way to Cambodia to help those who are working in that ministry. അങ്ങനെ അവൾ കംബോഡിയയിലേക്ക് കടന്നു ചെന്ന് അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരെ സഹായിച്ചു. There are so many ways we can be involved. ദൈവിക ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ നമുക്ക് ധാരാളം വഴികളുണ്ട്. To look for other people who are already doing something about these injustices. ഈ അനീതി നിറഞ്ഞ ലോകത്തിൽ ഇങ്ങനെയുള്ള അനീതിക്കെതിരെ പോരാടുന്ന ദൈവജനം ആരെന്ന് കണ്ടെത്തി അവരോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ നിനക്ക് സാധിക്കും. Partnering, അവരോട് കൂടെ പങ്കാളികളാകാൻ നിനക്ക് with those who are already doing the work is a great idea. ദൈവത്തിന്റെ വേല ചെയ്യുന്നവരോടുകൂടെ നിനക്ക് പങ്കാളിയായി നിർന്ന് കർത്തൃവേലയിൽ നിനക്ക് പങ്കാളിയാകാം. You may not be able to physically go to another country. ചിലപ്പോൾ നിനക്ക് എല്ലാ രാജ്യങ്ങളിലും നിനക്ക് നേരിട്ട് പോകുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. You may be a young mother with children to take care of. ഒരുപക്ഷെ നീ ഒരു മാതാവ് എന്നുള്ള നിലയിൽ നിന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കേണ്ട ഒരു പരിസ്ഥിതി ആയിരിക്കാം ഇപ്പോൾ നിനക്ക്. You may not have much in the way of finances. ഒരുപക്ഷെ സാമ്പത്തികമായ അധികമൊന്നും നിന്റെ കയ്യിൽ കൊടുക്കുവാനുമില്ലായിരിക്കാം. But you can pray aggressively. എന്നാൽ നിനക്ക് ഇടതടവില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയും. Especially in supporting those who are doing the work of that ministry. അങ്ങനെയുള്ള അനീതിയുടെ മണ്ഡലത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ കരുണ വെളിപ്പെടുവാൻ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ കണ്ണുനീരൊഴുക്കുവാൻ നിനക്ക് സാധിക്കും. I want to ask you today once more. ഒരു ചോദ്യം കൂടെ ഞാൻ നിന്റെ മുൻപാകെ ഇട്ടിട്ട് ഇരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. What are you becoming? നീ ആരായി തീരുവാൻ ആഗ്രഹിക്കുന്നു? Amen. Amen.